അതേമാതിരി നിങ്ങളാരും വരാണ്ടെന്ന ഒരു ഭാഗമല്ല അതായത് സ്പെഷ്യൽ വെച്ചിട്ട് ഇതിൽ സംഭവം ഇത് വന്നിട്ടുണ്ട് 5-നും 10-നുമാണ് ഇത് വരിക. ആദ്യം നമുക്ക് 5-ൻ്റെ എങ്ങനെയാണ് പറഞ്ഞുതരാം. 10-ൻ്റെത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനെ ചെയ്യാം. 10 മാർക്കിന് വരികയാണെങ്കിൽ തന്നെ ഇത് സംഭവം സിമ്പിളാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവം തരും. ഇതിൻ്റെ അപ്പുറം ഒരു സാധനം കൂടി എഴുതാണ്ട്. Z = 105x1 + 57.5x2 ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തരും. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് LPP ലീനിയർ ഇത് കാണാൻ പറയുന്നതാണ്. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലൈന് വരയ്ക്കാനത് സംഭവം വലിയ സംഭവമാണിത്. പക്ഷേ നമുക്കിതിപ്പം പഠിക്കാനുള്ള കുഞ്ഞി ഭാഗം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷൻ നമ്മൾ ആദ്യം ഒരു സൊല്യൂഷനാക്കി കണ്ടെക്കും. അപ്പം എന്താക്കുക, 2x1 + 3x2 ഇതുള്ളത് <= ഉള്ളത് മറ്റേ = 16 ആക്കും. എന്നിട്ട് എന്താക്കുക, നമ്മൾ x1 ആദ്യം 0 കാണിക്കാം. അപ്പോൾ x1 0 ആകുമ്പോൾ ബ്രാക്കറ്റ് 0 ആയി. എന്താണ് അപ്പോൾ എങ്ങനെ വരിക, 3x2 = 16. x2 = 16/3. 16/3 അറിയുമ്പം വേറെന്തോ പോയിൻ്റ് വാല്യൂ ആവുന്നത്. 16/3 എത്രയാണ്, 5.33. അപ്പോൾ നമുക്ക് എന്തായി, x1 ഇതിന് 0 കൊടുത്തപ്പോൾ നമുക്ക് x2 എത്ര കിട്ടി, 5.3 വന്നിട്ട്. ഇതിന് 0 കൊടുക്കുക, x2ന് 0 കൊടുത്തപ്പോൾ നമ്മൾ ബ്രാക്കറ്റ്, അതായത് ഇത് x1 ഇത് x2 ആണ് കേട്ടോ. ഇതിന് 0 കൊടുത്ത് ഇനി എന്താക്കുക, 2 ഇങ്ങനെ വരും. 2x1 = 16, x1 = 16/2. അപ്പോൾ എത്ര വരും, 8. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി. ഇതിൻ്റെ ഉപകാരം എപ്പോഴായിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഡയഗ്രാം വെച്ച് അപ്പം പറയാം. ഇനി നമ്മളോട് എന്താ ഉള്ളത്, 4x1 + 2x2 > 60. അതിന് നമ്മൾ എന്താക്കി, 4x1 + 2x2 = 16 എഴുതി. അതേമാതിരി നമ്മളിവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെയും ചെയ്യുക. x1 0 കൊടുത്ത് നോക്കുക. ഇതിന് 0 കൊടുത്ത് നോക്കുമ്പോൾ ഇതാണല്ലോ x1ൻ്റെ കോളം. x2 നമ്മൾ കണ്ടുപിടിക്കണം. 2x2 = 16 ആയിരുന്നു. അപ്പോൾ x2 എന്താ, 16/2. അപ്പോൾ 8 കിട്ടി, 8. ഇനി x2ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. 0 ഇവിടെ കൊടുക്കുക, അതായത് രണ്ടാമത്തെ ആണല്ലോ x2. ഇനി കൊടുത്ത് ഇനി എന്താണ്, 4x1 = 16 ആണ്. 4x1 = 16. അപ്പോൾ x1 എന്താ, 16/4. അപ്പോൾ 4 കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ സംഭവങ്ങൾ, ബേസിക്കലി കിട്ടിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇത് രണ്ടും ഇതാക്കിയേക്കുക. ഇതിനനുസരിച്ച് നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇത് x1 പറഞ്ഞത് ഇതാ, ഇത് x2 പറഞ്ഞത് ഇതാ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, ഫസ്റ്റത്തെ നമ്മൾ 0 കൊടുത്തപ്പോൾ 5.33. അപ്പോൾ നമുക്ക് ഏകദേശം 5.33 ഇതിലെടുത്താൽ ഏകദേശം ഇത്ര വരും. ഇതിപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടാണ്. അടുത്തെന്താ, x1ന് 8 കൊടുത്തപ്പോൾ ഇത് 0. ഇത് ഇവിടെ എന്താണ്, ഇതിപ്പോൾ എന്താണ്, 0 5.33 ഇവിടെ നമ്മൾ 8ലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഓ ബൈ. അടുത്ത നമ്മൾ അടുത്ത ലൈൻ നോക്കാം. x1ന് 0 കൊടുത്തപ്പോൾ x2 8 കിട്ടി. ഓക്കെ, 8 കിട്ടി. ഇതിന് 0 കൊടുത്തപ്പോൾ x1ന്. ഇനി എന്താണ്, x2ന് ഇതിന് 0 കൊടുത്തപ്പോൾ x1 നമുക്ക് 4 കിട്ടി. അപ്പോൾ അവിടുന്ന് ഇങ്ങനൊരു ലൈന്. ഇനി ഈ ഇക്വേഷന് ഇവിടെ ഇത് വരുന്ന ഇതിന് കുറച്ച് ഈ 2 ചിഹ്നത്തിന് ഇവിടെ നല്ല പ്രാധാന്യമുണ്ട്. നമ്മൾ ആദ്യം എന്താ, <= പറഞ്ഞാൽ ഈ ഇത് ഇങ്ങനെ ഷെയ്ഡ് താഴോട്ട് വരും. ഓക്കെ, <= 16 പറഞ്ഞാൽ ഈ ഷെയ്ഡ് മുകളോട്ട് പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെന്താ, ഈ ട്രയാങ്കിൾ മൊത്തത്തിൽ നമ്മൾ ഫുള്ള് ഷെയ്ഡാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഈ പ്രോബ്ലം കൊണ്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു ട്രയാങ്കിൾ. ഇതിന് ഞാൻ എന്ത് നെയിം വിളിച്ച്, ABC. അപ്പോൾ നമ്മളിത് നോക്കാം, സിയിൽ പോയിൻ്റ് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, x1 4 മറ്റേത് 0, അതായത് x2 നമുക്ക് ഈ ഭാഗത്ത് കയറുന്നില്ലല്ലോ. അപ്പോൾ x1 4, x2 0 കൊടുത്ത്. അതേമാതിരി ബി അപ്പം എന്തായിരിക്കും, x1 8 ഇത് 0 ആയിരിക്കും. ഇനി നമുക്ക് എന്താ അറിയണ്ടേ, നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനും സംഭവം ഇക്വേഷൻ സംഭവം സിമ്പിൾ തന്നെ.
ഇതെന്താക്കുക വെച്ചാൽ ആ ഇക്വേഷനിൽ 2x1 + 3x2 = 16 എഴുതുക. അതേമാതിരി 4x1 + 2x2 = 16 എഴുതുക. എന്നിട്ട് നമുക്ക് ഇതിലെന്താക്കുക വെച്ചാൽ ഇത് രണ്ടും കൂടി സെയിം ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് 4x1 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടുകൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് x1 കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ രണ്ടുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 4x1 + 3x2 = 16 × 2 32 മൈനസ് 4x1 + 2x2 = 16. അപ്പോൾ എന്താ വരിക? 16 മറ്റേ x2 = 16 വന്ന്. ഓക്കെ, അതായത് 3 2 ആയാലും 1x2 ആണല്ലോ. അപ്പോൾ x2 തന്നെ എഴുതാം. എന്നിട്ട് നമ്മളിനി എന്താക്കണം? നമുക്ക് x1 കണ്ടുപിടിക്കണം. x1 നമുക്ക് പറഞ്ഞുകൂടാം. അപ്പോൾ നമ്മൾ ഈ x2നെ ഇട്ട് കൊടുക്കും. 2x1 + 3 × 16 = 16. അപ്പോൾ എന്താവും? മറ്റേ 3 × 16 48. 2x1 = 60 മൈനസ് ഏടോ ഒരു ചെറിയ തെറ്റാണല്ലോ. നമ്മൾ 4x1 + 2x2, അതായത് ഇവിടെ ഇത് 2 കൊണ്ടുണ്ടെങ്കിൽ 4x1 + 3x2 അല്ലല്ലോ, ഇവിടെ 3 × 6 ആവും. ഓക്കെ, അപ്പോൾ 4x2 = 16, x2 = 16/4. അപ്പോൾ 4 കിട്ടി. അപ്പോൾ നമ്മൾ എന്താക്കും? 3 × 4 എഴുതണം അവിടെ. അപ്പോൾ 2x1 = ഈ 12 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 16 - 12 4. x1 = 4/2 = 2. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? x1 2 ആണ് കിട്ടി, ഈ x2 അറിയുന്നത് 4 ആണ് കിട്ടി. ഇതിപ്പോൾ നമുക്ക് 2 4 എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ മാക്സിമൈസേഷൻ, അപ്പോൾ ഇത് ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കുക. z നമ്മൾ നേരത്തെ എഴുതി വെച്ചല്ലോ, 105 x1 + 57.5 x2. ഇത് x1 എഴുതാം, അത് x2 എഴുതാം. നമുക്ക് ഇതിന് നമ്മൾ 3 കോളം എഴുതിയില്ല, ABC. എന്താ കിട്ടി? 2. എയിലെ x1 അറിയുന്നത് 2, ബിയിലെ x2 അറിയുന്നത് 4. എയിലെ x2 അറിയുന്നത് 4. അതേമാതിരി ബിയിലെ x1 എത്ര? ബിയിൽ x1 എത്ര? 8. മറ്റേ എത്ര? 0. സിയിലതോ 4ഉം 0. അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് നോക്കാം. അതായത് 105 × 2 പ്ലസ് ഇങ്ങനെ വരായി പ്രകാരം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 105 × x1 എത്ര നമ്മളെ പറഞ്ഞ്? 2 പ്ലസ് 57.5 × 4. അതേമാതിരി ഇതിപ്പോൾ ബീൻ്റെ ആകുമ്പോൾ ഇവിടെ 8 ആവും, ഇവിടെ 0 ആവും. ഇപ്പോൾ സീൻ്റെ ആകുമ്പോൾ ഇവിടെ 4 ആവും, ഇവിടെ 0 ആവും. ഇത് ചെയ്താൽ നമുക്ക് 440, 420, 840. ഇതിൽ മാക്സിമൈസേഷൻ മിനിമൈസേഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണിത്. മാക്സിമൈസേഷൻ എത്ര വെച്ചാൽ ഇതിൽ ഏറ്റവും മുന്തിയ വാല്യൂ എത്ര? 840 അല്ല, അത് എടുത്ത് ചെയ്താൽ. അതേസമയം മിനിമൈസേഷൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? ബി എടുത്ത് ചെയ്താൽ. ഇത്രയേ ഉള്ളൂ സംഭവം.